ഹായ് ബിംബിലിക്ക് ബിലാപ്പീസ്, വെൽക്കം ടു കാൻഡിൽമാൻ റിവ്യൂസ്. അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെ മോളുടെ ആദ്യത്തെ പടം തുടക്കം കണ്ടു. ഡയറക്റ്റഡ് ബൈ ജൂഡ് ആൻ്റണി ജോസഫ്. ഓം ശാന്തി ഓശാൻ 2018 ഏതാ നമ്മുടെ ജൂഡൻ തന്നെ. അതുപോലെ ഇതിൽ നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരാണ്. അത് സ്വാഭാവികം, ലാലേട്ടൻ്റെ മോളുടെ ഒരു ലോഞ്ചിങ് ആണ്. ലാലേട്ടൻ്റെ മോൻ്റെ ലോഞ്ചിങ് ചെയ്ത പടം ആദ്യമായാലും പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ പെരുമ്പാവൂരാണെന്ന് തന്നെയാണ് ആളത്തിൽ കയറി അഭിനയിച്ചിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെയാണല്ലോ, നിർമ്മിക്കുന്ന എല്ലാ പടത്തിലും കയറി അഭിനയിക്കണം, അതൊരു ശീലമായിപ്പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ റൈറ്റർ നമ്മുടെ ജൂഡ് ആൻ്റണി തന്നെയാണ്. അതിന് കൂടെ അഖിൽ കൃഷ്ണ ആൻഡ് ലിനേഷ് നെല്ലിക്കൽ കൂടെയുണ്ട്. മ്യൂസിക് ബൈ ജേക്സ് വിജയ് എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ്. ഈ ഒരു പടത്തിനെ അങ്ങനെ എലിവേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങേര് വഹിച്ചൊരു പങ്ക് ചെറുതൊന്നല്ല. സോങ്സ് ആയാലും നല്ല സോങ്സ് ആയിരുന്നു. അതുപോലെ എലിവേഷൻ സീൻസിലൊക്കെ നിർത്തി കത്തിച്ചിട്ടുണ്ട്, പൊളി സംഭവം. ഇനി പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, കഥയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടിപ്പിക്കൽ ഒരു ക്ലീഷ സ്റ്റോറി തന്നെയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, അതിനെ നമ്മളെങ്ങനെ അതിജീവിക്കണം, എങ്ങനെ നേരിടണം എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെൺമക്കളുള്ള എല്ലാവരും ഈ ഒരു പടം പോയി കാണണം. നിങ്ങൾ കണ്ടാൽ പോലെ നിങ്ങൾ മക്കളെയും കാണിക്കണം. പെൺമക്കളെന്നല്ല, ആൺമക്കളായാലും കാണണം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ആരും അത്ര സുരക്ഷിതരൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡിഫെൻസീവ് മെത്തേഡ് പഠിച്ചിരിക്കേണ്ടത് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പടം പറഞ്ഞു പോകുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാവരും മക്കളെയും കൊണ്ട് ഈ പടം കൊണ്ട് കാണിക്കുക. വയലൻസും സംഭവമൊക്കെ കുറച്ചുണ്ട്, പക്ഷെ നന്നായിരുന്നാൽ കൂടി അതിലുപരി ഇങ്ങനൊരു മെസ്സേജ് കൊണ്ട് തരുന്നൊരു പടമായ കാരണം എന്തായാലും പോയി കാണിക്കണം എല്ലാവരും. ഇനി എന്താ പറയുക, അഭിനയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ താരങ്ങളുണ്ടോ ഈ പടത്തിൽ. മെയിൻ ക്യാരക്ടേഴ്സിനെ വിട്ട് നിർത്തി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സായികുമാറുണ്ട്, ഗണേഷ് കുമാറുണ്ട്, മനോജ് കേജയുണ്ട്, ജാഫ്രിഡിക്കുണ്ട്, ടി ജി രവിൻ്റെ, അങ്ങനെ ഒരു വലിയ താരനിരയുണ്ട്. പിന്നെ ചിപ്പിൻ്റെ കുറേ വർഷങ്ങൾക്ക് ശേഷം മൂപ്പരൊന്ന് ബിഗ് സ്ക്രീനിലൊന്ന് കാണാൻ പറ്റി. കുറച്ച് സീൻസ് ഉള്ളൂ. വിസ്മയ മോഹൻലാലിൻ്റെ അമ്മ റോളാണ്. കുറച്ച് സീൻസ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല, നന്നായിരുന്നു. ഇനി മെയിൻ ക്യാരക്ടേഴ്സിൽ വന്നു കഴിഞ്ഞാൽ വിസ്മയ മോഹൻലാൽ, സത്യം പറയാലോ, അഭിനയത്തിൻ്റെ കാര്യത്തിൽ അപ്പൻ്റെ അത്രയ്ക്കൊന്നും വരില്ല എന്നുണ്ടെങ്കിലും ഫൈറ്റിൻ്റെ കാര്യത്തിൽ അച്ഛൻ്റെ മോള് തന്നെയാണ്. എന്തുട്ടായിട്ടി അടിപൊളി, വേറെ ഒന്നും പറയാനില്ല. കിഡിലായിട്ടുണ്ട്. എക്സ്പ്രഷൻസൊക്കെ കുറച്ചും കൂടി വരാനുണ്ട്. ഒരു വെകിളിത്തരൊക്കെ ഉണ്ട് അഭിനയത്തിൽ. അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു കൊള്ളാവുന്ന തുടക്കം തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ വില്ലൻ ആശിഷ് ജോ ആൻ്റണി, നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരണ്ണൻ്റെ മകൻ. അപ്പനെ പോലല്ല, അഭിനയിക്കാൻ അറിയാം. സത്യം പറയാലോ, എന്താ ആറ്റിറ്റ്യൂഡ്, എന്താണ് ആളുടെ ഒരു ബോഡി ലാംഗ്വേജ്, പൊളി. സത്യം പറഞ്ഞ ഒരു തമിഴ് പടത്തിലൊക്കെ വില്ലനാവാൻ പറ്റിയ ഐറ്റം, പെർഫെക്റ്റ് ഐറ്റം. എന്ന് വെച്ചാൽ മലയാളത്തിൽ വില്ലനാവാൻ പറ്റില്ലെന്നല്ല, പക്ഷെ ആളുടെ ഒരു ബോഡി ലാംഗ്വേജും ആ ഒരു ആറ്റിറ്റ്യൂഡും എല്ലാം വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ തമിഴ് പടത്തിലാണ് പെർഫെക്റ്റ്. പറയാൻ പറ്റില്ല, ചെക്കൻ്റെ തലവര തെളിയാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. കൊള്ളാം. എനിക്ക് പടത്തിൽ ഏറ്റവും ഇഷ്ടമായത് വില്ലൻ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമിയോ റോൾ ലാലേട്ടൻ. പിന്നെ മക്കളുടെ ലോഞ്ചിങ് ആകുമ്പോൾ ലാലേട്ടൻ വേണമല്ലോ. പക്ഷേ ഇതിൽ കുറച്ചും കൂടി നല്ല റോളായിരുന്നു കേട്ടോ. എനിക്കങ്ങനെ ഫീൽ ചെയ്ത് പേഴ്സണലി ഒരു ഉപദേശകൻ റോളായിരുന്നു വിസ്മയ മോഹൻലാലിൻ്റെ ഉപദേശം. പക്ഷെ ആൾ ഉപദേശിക്കുമ്പോൾ ഈ പടത്തിലെ ക്യാരക്ടറിനുള്ള ഉപദേശമാണോ അതോ സ്വന്തം മോൾക്കുള്ളൊരു ഉപദേശമാണോ എന്ന് തോന്നിപ്പോവും ആ ഡയലോഗ് കേൾക്കുമ്പോൾ. അങ്ങനെയായിരുന്നു പടത്തിലെ ഡയലോഗ് മൊത്തം. മോളോട് ലാലേട്ടൻ പറഞ്ഞ ഡയലോഗുകൾ. പക്ഷെ എന്നാലും കൊള്ളാട്ടോ. എന്തൊരു ഉപദേശം റോളായാലും വന്നപ്പോൾ അണ്ണനിരിക്കട്ടെ ഒരു ഇടി എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് സീക്വൻസും കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സംഭവം കൊള്ളാം. അപ്പോൾ ലാലേട്ടൻ്റെ മോളുടെ തുടക്കം അങ്ങനെ വെറുതെ ആയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ടിപ്പിക്കൽ ക്ലീഷ ഒരു സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ കൂടി എടുത്തു വെച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല എൻഗേജിങ് ആയിട്ട് പോയി. സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ കുറച്ചൊന്ന് ഡൗൺ ആയെങ്കിലും ക്ലൈമാക്സ് നിർത്തിപ്പൊരിച്ചിട്ടുണ്ട്, പൊളിച്ചു. വിസ്മയ മോഹൻലാലിൽ തൂക്കി പറത്തി എന്ന് പറയണമെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. പ്രത്യേകിച്ച് പെൺമക്കളുള്ള എല്ലാവരും ഈ പടം കൊണ്ടുപോയി കാണിക്കുക. എന്തായാലും തിയേറ്ററിൽ പോയിട്ട് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു പടമുണ്ട്, കൊള്ളാം. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാർ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കിനി തുടർന്നും വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ എല്ലാവരും പടം പോയിട്ട് തിയേറ്ററിൽ തന്നെ കാണണം. വേറെ ഒന്നും വിചാരിക്കേണ്ട, നേരെ പോയി ടിക്കറ്റ് എടുക്കുക, പടം കാണുക. ലാലേട്ടൻ്റെ മോളുടെ ഗംഭീര തുടക്കം കണ്ട് തിരിച്ചു പോരാ. അതിനുള്ള പടം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. കൊള്ളാം. എന്തായാലും ഒരു വിസ്മയ തുടക്കം തന്നെ
ആയി എന്ന് വേണം പറയാൻ. ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവാതിരിക്കട്ടെ. മോൻ്റെ പോലെ ഇനി മല കയറേണ്ടതൊന്നും പോകാണ്ട് പടത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക. എന്തായാലും പൊളിക്കും. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ സൈനിങ് ഓഫ്. കാൻഡിൽമാൻ റിവ്യൂസ്.